വയനാട്ടിൽ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ ഇടതുപക്ഷ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ അനധികൃതമായി നിക്ഷേപിച്ചത് കോടികൾ. വിവിധ സഹകരണ സംഘങ്ങളായി 2,20,00,000 രൂപയാണ് നിക്ഷേപിച്ചത്. വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. CPM നിയന്ത്രണത്തിലുള്ളതും പ്രവർത്തനം ഭാഗികമായി നിലച്ചതുമായ വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ 11 സഹകരണ സ്ഥാപനങ്ങളാണ് അനധികൃതമായി 2.20 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത്. സഹകരണ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് വിവിധ സംഘങ്ങൾ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തിയതായി വ്യക്തമാകുന്നത്. 1969 കേരള സഹകരണ നിയമം വകുപ്പ് 57 വിരുദ്ധമായാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തിയത്. നിക്ഷേപം സംബന്ധിച്ച് സംഘങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും ഫണ്ട് അടിയന്തരമായി പിൻവലിക്കേണ്ടതാണെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി നിയമം അനുശാസിക്കാതെ അല്ലെങ്കിൽ നിയമപരമായ അനുവാദം കിട്ടാതെ ഇങ്ങനെ പണം രഹസ്യമായി മറിച്ചുകൊടുത്ത് ആ സംഘത്തെ വഞ്ചിച്ച ഭരണസമിതിക്ക് ആ സ്ഥാനങ്ങൾ തുടരാൻ അവകാശമില്ല. ആ സ്ഥാനങ്ങൾ അവരെ ഒഴിവാക്കണം, പിരിച്ചുവിടണം. മാത്രവുമല്ല, ആ ഭരണസമിതികളിൽ നിന്നും ഈ പണം വസൂൽ ചെയ്യാനുള്ള നടപടിയും ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണം. നിക്ഷേപ ഇനത്തിൽ 600ഓളം വ്യക്തികൾക്ക് 60 കോടിയോളം രൂപയാണ് ബ്രഹ്മഗിരി സൊസൈറ്റി നൽകാനുള്ളത്. നിക്ഷേപം തിരികെ കിട്ടാത്തവർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതികൾ പോലീസിന് വിട്ടിരിക്കുകയാണ്. ഇതോടെ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ. ന്യൂസ് 18 വയനാട്.